ക്ഷണിക്കുകയാണ് എല്ലാവരെയും, സ്വാഗതം ചെയ്യാണ്. സോറി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചകളിലും നടത്തി വരുന്ന പ്രോഗ്രാമാണ്. ഒരുവിധം ആളുകളൊക്കെ ഇതിലുള്ളപ്പോൾ ആളുകൾ ഈ പ്രോഗ്രാമുകൾ സ്ഥിരമായി വീക്ഷിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അവര് ഇതാണ്. പിന്നെ ജെഇ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇതിലൊരു പാർട്ടിസിപ്പേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ അത്ര സീരിയസ് ആയിട്ട്, നമ്മുടെ കുട്ടികൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജെഇ എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പിറ്റന്റ് ആയ ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ ഭയങ്കര ടഫ്, അങ്ങനെയാണ് കുട്ടികൾ പറയാം. അതൊക്കെ ഭയങ്കര ടഫായ ഒരു എക്സാമിനേഷൻ അല്ലേ, നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മൾ എഴുതിയിട്ട് കാര്യമുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് എപ്പോഴും കുട്ടികൾക്ക് ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയാറുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള ഇങ്ങനെയുള്ളത് വിളിക്കുമ്പോൾ കുട്ടികൾ ഇതിലേക്കൊക്കെ വരാൻ. കാരണം അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മളൊന്നും എഴുതേണ്ട പരീക്ഷയല്ല, നമ്മൾ എഴുതിയാൽ കിട്ടില്ല, ആ ഒരു ധാരണയിലാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളും പരീക്ഷ എഴുതുന്ന കുട്ടികളും കുറവാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ കുറവായതുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളും കുറവായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പരീക്ഷയോ അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് മാത്രം എഴുതേണ്ട ഒരു എക്സാമിനേഷനോ അവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു കോഴ്സുകളോ അല്ല ഈ പരീക്ഷയ്ക്ക് ഉള്ളിലുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ഇനി വരുന്ന ഇപ്പൊ ഈ പ്രാവശ്യം ചോയ്സ് ഫില്ലിംഗ് ചെയ്യുന്ന ആളുകൾ, ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ അറിവിലുള്ള ആളുകളിലേക്ക് ഈ എക്സാമിനേഷൻ കൊണ്ട് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കൂടെ അറിയിക്കേണ്ടതാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പൊ പിന്നെ സിജിയെ കുറിച്ച് ജസ്റ്റ് ഒന്നൊരു പറയുകയാണെങ്കിൽ, ഇതിൽ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ, കാരണം ജോയിന്റ് ഈ എക്സാമിനേഷന്റെ ഒരു വെബിനാർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനു വേണ്ടി മാത്രം വന്ന ആളുകളുണ്ടാവും. സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. ഇൻഫർമേഷൻസും ഗൈഡൻസും, കരിയർ റിലേറ്റഡ് ഇൻഫർമേഷൻസും ഗൈഡൻസും കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതികളിലായിരുന്നു സിജി അറിയപ്പെട്ടിരുന്നതും. സിജിയുടെ തുടക്കവും അങ്ങനെയായിരുന്നു. അതിനുശേഷം ആ ഒരു ഏരിയകൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് വന്നതുമായി ബന്ധപ്പെട്ട് പിന്നെയും ഒരുപാട്, അതും കരിയർ മാത്രം കൊടുത്ത് അവരെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിക്കുന്നത് മാത്രം പോരാ, അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ചും കൂടെ ആ ഒരു ഉന്നത വിദ്യാഭ്യാസം പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കണം, പല സെക്ഷൻസിലേക്കും എത്തിപ്പിക്കണം. എന്നിട്ട് ഈ സൊസൈറ്റിയെ ആസ് എ ഹോൾ നമുക്ക് ഓവറോൾ എഡ്യൂക്കേഷണലി എൻറിച്ച് ആയിട്ടുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിൽ നമുക്കും കൂടെ പങ്കാളികളായി തീരാനുള്ള ഒരു സാധ്യതയും കൂടെ സിജിയുടെ ഓരോ പ്രോഗ്രാമിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സേവനം തന്നെ സിജി 2-3 തരത്തിലാണ് നമ്മൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത്. ഒന്ന്, എല്ലാ ദിവസവും സിജിയുടെ ഓഫീസിൽ മലപ്പുറത്തും ചേവായൂരുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലും എല്ലാ ദിവസവും ഡയറക്ട്ലി സിജി വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺസുകൾ, ഡൗട്ടുകൾ, കരിയർ, കോഴ്സ്, ജോലി, പരീക്ഷകൾ, സ്ഥാപനങ്ങൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ തീർത്തു പോകുക എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്ന്. പിന്നീട് നമ്മൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ഒരു പ്രത്യേക സബ്ജക്റ്റുകൾ, ആ സമയത്ത് എന്തിനാണോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ സമയത്ത് ആ ഒരു വീക്കിലോ അല്ലെങ്കിൽ ആ ഒരു വിത്തിൻ 2 വീക്സിലോ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് സമയബന്ധിതമായി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ ആസ്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ, അതിനോടൊപ്പം തന്നെ വെക്കേഷൻ ക്യാമ്പുകളിൽ കൂടെ ഈ ഒരു ഇത് പലതരത്തിലുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന വെക്കേഷൻ പ്രോഗ്രാമുകൾ, അതിലൊക്കെ ഉപരി നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഏരിയകളിലേക്ക് പോവാൻ ഞാൻ ആപ്റ്റ് ആണോ, അതല്ലെങ്കിൽ എനിക്ക് ഇത് തന്നെയാണോ പറ്റിയ വഴികൾ, ഇത് ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് കേട്ട് മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്, അതൊക്കെ വെച്ചിട്ട് വരുമ്പോ വേറെ എന്താണ് ഈ കൺഫ്യൂഷൻ തീർക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന അന്വേഷണത്തിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കുട്ടികളുടെ അഭിരുചി അറിയാൻ വേണ്ടി അവരുടെ വിവിധ തലങ്ങളിൽ അവരുടെ ഒരു പെർഫോമൻസ് ലെവലുകളിലെ സ്കില്ലുകൾ എത്രത്തോളം ഉണ്ട് എന്ന് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കി, അതിനുശേഷം ടെസ്റ്റിന് ശേഷം കൗൺസിലേഴ്സുമായിട്ട് ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് ആ കുട്ടിക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കരിയർ ഗൈഡൻസിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഒരു കൗൺസിലിംഗ്, ഇത് സിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രോഗ്രാമാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് സിജിയിൽ നിന്നും ലഭ്യമാണ്. സിജിയുടെ ഓഫീസുകൾ വിസിറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. സിജിയുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ, സിജിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് cg.www.cigi.org, ഇതാണ് സിജിയുടെ വെബ്സൈറ്റ്.
നിങ്ങൾക്ക് വേണ്ട കരിയർ റിലേറ്റഡ് ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ടോ ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിജിയുടെ ഈ വെബ്സൈറ്റ്, ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മുടെ കരിയർ ബ്ലോഗ്സുകൾ ഉണ്ട്. അതിനകത്ത് റൈറ്റപ്സുകൾ, എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള റൈറ്റപ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വായിച്ച് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിജിയുമായിട്ട് അപ്രോച്ച് ചെയ്യാം. കൗൺസിലേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം, ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ജനറലി സിജിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ നെക്സ്റ്റ് വീക്കിൽ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ചോയ്സ് ഫില്ലിങ്ങും ഓൺലൈൻ കൗൺസിലിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്താണ് ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്തിനുള്ളതാണ്? മെയിൻലി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ഒപ്പം ഇന്റഗ്രേറ്റഡ് സയൻസ് റിലേറ്റഡ് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ, സയൻസിലേക്ക് തന്നെ മാറ്റപ്പെട്ട ഇക്കണോമിക്സ് അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന കോഴ്സുകളിലേക്കുമാണ് നമുക്ക് മെയിൻലി ഈ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ കൊണ്ടുള്ള അഡ്മിഷൻ നടക്കുന്നത്. ജനറലി നമ്മൾ എഞ്ചിനീയറിംഗിന് വേണ്ടിയാണ്, ഒരുപാട് കോഴ്സുകൾ അതിലുണ്ടെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയാണ് നമ്മുടെ കുട്ടികളുള്ളത്. അപ്പൊ പൊതുവെ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ കുട്ടികളോട് ഇന്ന് ഈ എഞ്ചിനീയറിംഗിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഭാഗത്ത് ആദ്യം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇമ്പാക്റ്റ് ആണ് വരുന്നത്. പറഞ്ഞാൽ എഞ്ചിനീയറിംഗിനൊക്കെ ഇപ്പൊ ജോലി ഉണ്ടോ, എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഇല്ലല്ലോ, അപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, ഇതല്ലാത്ത വേറെ വല്ല കോഴ്സുകളും ഉണ്ടെങ്കിൽ മതി, ആ തരത്തിലാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളെപ്പോഴുള്ള കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു, എഞ്ചിനീയറിംഗിന്റെ ജോലി സാധ്യതകൾ എപ്പോഴും നമുക്ക് 2-3 ക്രൈറ്റീരിയയിൽ കൂടെ ഫുൾഫിൽ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ജോലി സാധ്യതകൾ കൃത്യമായിട്ട് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ എഞ്ചിനീയറിംഗിന് വേണ്ടി എവിടെയെങ്കിലും പോയി എഞ്ചിനീയറിംഗ് പഠിക്കില്ല. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ടോപ്പ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് ആ കുട്ടിക്ക് എന്താണോ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള സ്കോപ്പുകൾ വേണമോ അത് ലഭ്യമാകും. ഈ ടോപ്പ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, അത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന എഞ്ചിനീയറിംഗിന് വേണ്ട സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, ട്രിപ്പിൾ ITs എന്നൊക്കെ നമുക്ക് പറയാം, നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അതേപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ കോഴ്സുകൾ പഠിക്കാനുള്ളത്. അപ്പൊ ഈ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് എഴുതാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് മാത്സ് ആൻഡ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കാനുള്ള ഒരു സ്കില്ലുകളും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് നല്ല രീതികളിൽ കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ എല്ലാ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സ് കോമ്പിനേഷൻ നമുക്ക് എഞ്ചിനീയറിംഗ് പ്ലസ് ഡിഫൻസ്, എഞ്ചിനീയറിംഗ് പ്ലസ് അറ്റോമിക് എനർജി, എഞ്ചിനീയറിംഗ് പ്ലസ് റിസർച്ച്, എഞ്ചിനീയറിംഗ് പ്ലസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഒരു ഡൈവേഴ്സ് കോമ്പിനേഷൻസിലേക്ക് എപ്പോഴും നമ്മളെ ഒരു കുട്ടീനെ എത്തിക്കുന്ന ഒരു കോഴ്സും കൂടെയാണ്. അപ്പൊ ഇതൊക്കെ എഞ്ചിനീയറിംഗിന്റെ പ്ലസ്സുകളാണ്. അപ്പൊ നമ്മൾ ഒരൊറ്റയടിക്ക് ഈ JEE എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആരോ പറഞ്ഞിട്ടുണ്ട് ടഫാണെന്ന്, നമുക്കത് എഴുതാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കിട്ടൂല, ആ തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ ആണെന്ന് ഏതോ ഒരു കുട്ടി അല്ലെങ്കിൽ ആരോ അവർക്ക് പറ്റാത്തത് കൊണ്ട് പറഞ്ഞു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾക്കത് അങ്ങനെ തോന്നി, അതുകൊണ്ട് മാറ്റി നിർത്തുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യരുത്. അപ്പൊ അത് ഈ പ്രാവശ്യം ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ 1 വർഷം കൂടെ എഴുതാൻ ചാൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അതിനെ ഉപയോഗപ്പെടുത്തി ആ സാഹചര്യങ്ങളും കൂടെ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളിൽ ഓരോരുത്തരും ഇതിനെ എങ്ങനെ എടുത്തിട്ടുണ്ടാവും, വളരെ നല്ല രീതികൾ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിച്ചിട്ട് നമ്മളെ ഓരോരുത്തരെയും കുട്ടികളെയും ഇതേപോലുള്ള എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളിൽ കോഴ്സ് പഠിച്ച് ജോലിയിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ ഇൻസൈറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നും അവർക്ക് ഉണ്ടാവണമെന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, എനിവേ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് ഭാഗമായിട്ടുള്ള അതിലേക്ക് വരാം. JEE എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ടാണ് JEEക്കുള്ളത്. 2 പരീക്ഷ, ഒരു പരീക്ഷ എഴുതി റിസൾട്ട് വന്നവരും ഒരു പരീക്ഷ എഴുതാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളുമാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് മെയിൻസ്, JEE മെയിൻസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. ഈ മെയിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മെയിൻസ് നമുക്ക് വർഷത്തിൽ 2 ടൈംസ് 2 സെഷൻ ആയിട്ടാണ് നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. 2 സെഷൻ നടത്തുന്ന എക്സാമിനേഷൻ. അപ്പൊ ഒരു പരീക്ഷ, ഒരു സെഷൻ, ഒരു എൻട്രൻസ് 2 സെഷൻ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു റാങ്കിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു റാങ്കിങ് പ്രൊസീജിയർ? ഏറ്റവും ടോപ്പ് സ്കോർ കിട്ടുന്നത് എവിടെയാണോ ആ ഒരു സെഷനാണ് ആ കുട്ടിയുടെ റാങ്കിങ്ങിനായിട്ട് പരിഗണിക്കുക. അപ്പൊ നമുക്ക് 2 സെഷൻ എഴുതി എന്നുള്ളത് കൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ഒരു പക്ഷേ രണ്ടാമത് എഴുതുന്ന സെഷൻ ആദ്യത്തേനേക്കാൾ മെച്ചപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഗുണവും കൂടെ ആയിരിക്കും.
അപ്പൊ നമ്മൾ 2 സെഷനും അറ്റൻഡ് ചെയ്ത ആളുകൾ ആയിരിക്കും 2 സെഷനും അറ്റൻഡ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് പറയാം. അപ്പൊ ഈ 2 സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് ക്ലിയർ ആവും. ആ കഴിഞ്ഞാൽ വേറൊരു സെഷനാണ് ജെയുടെ രണ്ടാമത്തെ പാർട്ടാണ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞത്. ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റൂല അല്ലെ. എഴുതണമെന്ന് ഞാനിപ്പം എനിക്ക് അഡ്വാൻസ്ഡ് എഴുതണം, അതിന്റെ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ അഡ്വാൻസിന്റെ. ആ സമയത്ത് എനിക്ക് ഇപ്പൊ നേരെ കയറി അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ കയറി അപേക്ഷിക്കാൻ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല ജെഇ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ. ജെഇ അഡ്വാൻസ്ഡ് ജെഇ മെയിൻസ് എഴുതി എല്ലാ കാറ്റഗറിയിൽ നിന്നും ഉള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ടോപ്പ് പെർസെന്റേജിൽ വരുന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ അതാത് സമയത്തെ അതാത് വർഷത്തെ കട്ട് ഓഫ് അനുസരിച്ച് ഒരു 2.5 ലക്ഷത്തിനുള്ളിൽ വരുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ ഈ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവാറുള്ളത്. അപ്പൊ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ നമുക്ക് നടത്തുന്നത് ഇതിനു വേണ്ടി എഴുതി കഴിഞ്ഞ് മെയിൻസ് എഴുതി റിസൾട്ട് വന്ന് ടോപ്പ് പെർസെന്റിൽ എഴുതിയ ആളുകൾക്ക് മാത്രം നേരിട്ട് കയറി ഒരാൾക്ക് ഡയറക്ട്ലി അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു എക്സാമിനേഷൻ ആണ് ജെഇ അഡ്വാൻസ്ഡ്. ഓക്കെ, ദെൻ നമുക്ക് മെയിൻലി നമ്മൾ ഓർക്കേണ്ട 3 ഒരു വെബ്സൈറ്റുകളാണ് നിങ്ങൾ ഇപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഓർക്കേണ്ടത്. ഒന്ന് JEE-main.nta.nic.in. അത് നമ്മൾക്ക് ആപ്ലിക്കേഷനും റിസൾട്ടും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് വെബ്സൈറ്റ് ആയിരുന്നു. ഇനി നമുക്ക് രണ്ടും നോക്കാനുള്ള 2 വെബ്സൈറ്റുകളാണ്. മെയിൻസിന്റെ അഡ്വാൻസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് JOSAA എന്ന് പറഞ്ഞാൽ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി, അവരാണ് നമുക്ക് സീറ്റ് അലോക്കേഷൻ, നമ്മൾ ഇന്ന് പറയുന്ന ഈ സീറ്റ് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത്. അത് നടത്തുന്ന വെബ്സൈറ്റ് ആണ് JOSAA.nic.in. അത് അഡ്വാൻസ്ഡിന്റെ കാര്യങ്ങൾ മാത്രം, സീറ്റ് അലോക്കേഷൻ അല്ല, അഡ്വാൻസിന്റെ റിസൾട്ടും അഡ്വാൻസിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യുന്ന വേറൊരു വെബ്സൈറ്റ് ആണ് JEEDV.ac.in. അപ്പൊ ഇതാണ് നിങ്ങൾ ഓൺലൈൻ ചോയ്സ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും നോട്ട് ചെയ്യേണ്ട വെബ്സൈറ്റ് JOSAA.nic.in JEEDV.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റും കൂടെ. ഓക്കെ, അപ്പൊ ഈ ജോസ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി അല്ലെ. ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയിൽ എന്തൊക്കെയാണ് നമുക്ക് ഏതെല്ലാം സ്ഥാപനങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് എഴുതിയ ആളുകൾക്ക് NIT പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ വരുന്ന ഒരു കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഉണ്ടാവുക. നമുക്കിവിടെ NIT പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ NIT-കളും അതിനോടുകൂടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും കൂടെ ആഡ് ചെയ്തതിനെ ജനറലി അതിൽ പറയുന്നത് NIT പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് NIT എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, NITs. അത് എത്ര NITs ഉണ്ട് ഇവിടെ? നമുക്ക് ഇതിന് ഓപ്ഷൻ കൊടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഒന്ന് അറിയല്ലോ അല്ലെ, എത്ര NITs ഉണ്ട്? 31. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് 31 NITs. ദെൻ വേറൊരു കാറ്റഗറിയാണ് നമുക്ക് ജോസ വഴി സീറ്റ് ഫില്ല് ചെയ്യാനുള്ളത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്. എന്താണ് ഈ കോഴ്സ്? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ NIT ആൻഡ് IIITs അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്, ഈ 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? ഈ ചോയ്സ് ഫില്ല് ചെയ്യാൻ പോകുന്ന കുറച്ച് ആളുകൾ ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ ചാറ്റില്. What is the difference between NIT and IIITs, Indian Institute of Information Technologies? എവിടെ? കുറച്ചു പേര്. അറിയില്ല ആർക്കും? വെരി ഗുഡ്. IIT ഫോർ IT ഫീൽഡ് അല്ലെ, IIT IIT ഫോർ IT ഫീൽഡ്. യെസ്, അത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. NIT-യിൽ നമുക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഒരുവിധം എല്ലാ കോഴ്സുകളും, ഒരു 160ഓളം കോഴ്സുകൾ, വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ് നമുക്ക് NITs IITs കൂടെ ഉള്ളത്. അതേ സ്ഥാനത്ത് IIITs നമുക്ക് IT റിലേറ്റഡ് ഏരിയകൾ മാത്രം, IT-യുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിന്റെ കുറച്ച് വെറൈറ്റീസും കൂടെ വരുന്നു. ആ ഏരിയകൾ മാത്രമാണ് നമുക്ക് എന്താ പറയാ IIITs കൊടുക്കുന്നത്.
അതാണ് മെയിൻ ഡിഫറൻസ്. ദെൻ വേറൊരു സ്ഥാപനമാണ് NIT പ്ലസിൽ ഉൾപ്പെട്ട വേറൊരു സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, IIEST എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ കാറ്റഗറിയിൽ വരാത്ത. ദെൻ ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, നമ്മൾ അറിയപ്പെടുന്ന കുറച്ച് നല്ല സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു 40 ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് നമുക്ക് JEEയുടെ മെയിൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ JEE മെയിൻസിന്റെ എക്സാമിനേഷൻ അഥവാ NITകൾ അല്ലെങ്കിൽ NITകൾ കിട്ടിയില്ല, അല്ലെങ്കിൽ IIITകളിൽ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ JEEയിൽ ഒരു സാധ്യതകളും ഇല്ല എന്നുള്ളതല്ല. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ എവിടെയെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും ഒരു ഏജന്റ് മുഖാന്തരമോ ഒരു കൺസൾട്ടന്റ് മുഖാന്തരമോ ഒക്കെ നിങ്ങൾ പോകുന്നതിന് പകരം ഇതിൽ വരുന്ന ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നല്ല പോലെ അനലൈസ് ചെയ്ത്, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ അതിനകത്തുണ്ട്. ആ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ നമുക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ഏജന്റിന്റെ അടുത്ത് കാശ് കൊടുത്ത് പോകുന്നതിന് പകരം ഏറ്റവും നല്ല ഓപ്ഷൻസ്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ JEE നിങ്ങൾ എഴുതണം. നമ്മൾക്കുള്ള ഒന്നല്ലെങ്കിൽ ഒന്ന് IITകൾ മാത്രമല്ലല്ലോ, നമ്മൾ IITകൾ എയിം ചെയ്യുമ്പോൾ അതുപോലെ വരുന്ന റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ നമുക്ക് വേറെയും ഉണ്ട് പഠിക്കാൻ ആ സൗകര്യങ്ങളൊക്കെ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ആ കാര്യം ചെയ്യണമെന്നുണ്ടാണ്. ദെൻ നമ്മൾക്ക് പിന്നെ വേറൊരു പുതിയൊരു കോഴ്സ് ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. IIM കോഴിക്കോട് ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹോണേഴ്സിന്റെ PMS എന്ന് പറയുന്ന കോഴ്സ് ഈ വർഷം നിങ്ങൾ ഒരു കൊമേഴ്സ് ഫീൽഡിലേക്ക് പോവാൻ JEE എഴുതിയിട്ട് അതിനുശേഷം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ JEEയുടെ മെയിൻസ് റാങ്ക് പ്രകാരം നിങ്ങൾക്ക് IIM കോഴിക്കോട് ഈ ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ക്ഷണിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ വർഷം. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തു വെക്കാം, പുതിയൊരു കോഴ്സാണ്. ദെൻ അതാണ് നമുക്ക് മെയിൻസ് പ്രകാരം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി അഡ്വാൻസ്ഡ് പ്രകാരം നമുക്ക് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, IITs എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ 23 IITs ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമുള്ള ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, സ്പേസ് സയൻസുമായി ബന്ധപ്പെട്ട ഏവിയോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള മാത്രം കോഴ്സുകൾ പഠിപ്പിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്ത്. ദെൻ മൈനിങ് പെട്രോളിയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന റായ്ബറേലിയിലും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണം. ഇത് രണ്ടും നമുക്ക് പെട്രോളിയം, കെമിക്കൽസ് ഈ ഫീൽഡുകളിലെ ഏറ്റവും നല്ല രീതികളിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ പ്ലേസ്മെന്റുകളും ഒക്കെ വരുന്ന ഇതിൽ പറയുന്ന എല്ലാ കോഴ്സുകളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് ആ ഗണത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്ന, ഞാൻ ഫസ്റ്റ് പറഞ്ഞ എഞ്ചിനീയറിംഗിന് സാധ്യതകൾ ഇല്ല എന്ന് പറയുന്നിടത്ത് എഞ്ചിനീയറിംഗിന് ഏതറ്റം വരെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങൾ. ദെൻ അപ്പൊ നമ്മള് അതില് ഈ ജോസ വഴി നമുക്ക് ഇതിൽ നമ്മളിപ്പോ പറഞ്ഞ JOSSA എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് ഹലോ സോറി. അപ്പൊ നമ്മള് സോറി കേട്ടോ, ഇത് നമ്മൾ പറഞ്ഞു വരുന്നപ്പോ ജോസയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ ജോസ വഴി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ NIT പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് IITs എന്ന് പറയുന്ന സ്ഥാപനങ്ങളുമാണ് നമ്മുടെ JOSAA വെബ്സൈറ്റ് വഴി നമുക്ക് അലോട്ട്മെന്റ് കൊടുക്കാനുണ്ടാവുള്ളൂ. ബാക്കി പറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, IIST തിരുവനന്തപുരം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി റായ്ബറേലി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എനർജി IIPE വിശാഖപട്ടണം, ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ ജോസ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. നിങ്ങൾക്കുള്ള IITയുടെ അഡ്വാൻസ്ഡ് റാങ്ക് പ്രകാരം സെപ്പറേറ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഈ കോഴ്സുകൾ നമ്മൾ എടുക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെക്കുക. നല്ല റാങ്കുകൾ വരുന്ന കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് മാത്രം, കാരണം അത്രയും റാങ്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാതെ പോയിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ലാതെ സംഭവിക്കുന്നുണ്ട്. കാരണം അവരിങ്ങനെ പഠിക്കുന്ന ഒരു പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ പഠിച്ചു പോയി റാങ്ക് വാങ്ങി എന്നുള്ളതായിരിക്കും ചില സമയത്ത് ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാതെ പോകും. അതിനുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഈ സമയത്ത് ഇങ്ങനെ അവർ കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വെബ്സൈറ്റിൽ പോവാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ ഇത് പ്ലാൻ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 2 ഏരിയകളിൽ വരുന്ന
സ്ഥാപനങ്ങളും കോഴ്സുകളും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കോഴ്സ് ബാച്ചിലർ ആർക്കിടെക്ചർ, അതും നമുക്ക് JEE എക്സാമിനേഷൻ വഴി തന്നെ IIT-കളിലും NIT-കളിലും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് JEE-യുടെ എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മെയിൻസ് മാത്രമല്ല, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അല്ല, ഇതിനു വേണ്ടി നമ്മൾ ഇതിന്റെ ഫൈനൽ സെലക്ഷന് വേണ്ടി നമ്മൾ PR-ക്ക് വേണ്ട ഒരു കുട്ടി എഴുതേണ്ടത്, NIT-കളിൽ ബാച്ചിലർ ആർക്കിടെക്ചർ കിട്ടണമെങ്കിൽ JEE-യുടെ ഒരു സെപ്പറേറ്റ് എക്സാമിനേഷൻ, മെയിൻസിന്റെ അല്ല, മെയിൻസിന്റെ BTech എക്സാമിനേഷൻ അല്ലാതെ JEE പേപ്പർ 2A എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. അതാണ് നമ്മൾ NIT-കളിൽ BR-ക്ക് വേണ്ടി നമ്മൾ എഴുതേണ്ടത്. അതുപോലെ NIT-ൽ ആർക്കിടെക്ചറിന് പോലെ നമുക്ക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വേറൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, B പ്ലാൻ. JEE പേപ്പർ 2-ന്റെ B എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാത്രം എഴുതണം നമുക്ക് B പ്ലാൻ കിട്ടാൻ വേണ്ടി. ഇനി IIT-കളിൽ ആർക്കിടെക്ചർ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ അഡ്വാൻസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ആർക്കിടെക്ചറിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, AAT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടാവും. റിസൾട്ട് വന്ന ആളുകൾക്ക് AAT എഴുതാൻ പറ്റും. ആർക്കാണോ താല്പര്യം, ആർക്കിടെക്ചറിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഈ AAT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് എഴുതിയിട്ട് നമുക്ക് ആർക്കിടെക്ചറിന് പോകാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിൽ വരുന്ന കോഴ്സുകളുടെ ഒരു എക്സ്പ്ലനേഷൻ ബ്രീഫ്ലി ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെന്റിലേക്കും സീറ്റ് അലോക്കേഷൻസിലേക്കും നമ്മൾ വന്നു കഴിഞ്ഞാൽ വരുന്നത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജോസയാണ് ആർക്കുള്ളത്, NIT പ്ലസ് ആൻഡ് IITs ത്രൂ ജോസ. ബാക്കി വരുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് IISc, IIST പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് സെപ്പറേറ്റ് എക്സാമിനേഷൻ ആണ് അവരുടെ, അല്ല സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. എക്സാമിനേഷൻ മാത്രമാണ് JEE അഡ്വാൻസിന്റെ റിസൾട്ട് വരുന്നത്. ദെൻ ബോത്ത് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് സിംഗിൾ, രണ്ടും നമ്മൾ എന്താണ്, രണ്ടും കൂടെ ജോസ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി മാത്രമാണ് കൊടുക്കുന്നത്. ഈ രണ്ട് ഓപ്ഷൻസ് NIT പ്ലസിനും IITസിനും ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരേ ഒരു വിൻഡോയിൽ കൂടെ തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഇതിന്റെ ഏതാണോ നമ്മുടെ പ്രയോറിറ്റി, ഞാൻ പറയാം, പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള, അല്ല കൺസിഡർ ചെയ്യണം എന്നുള്ളതുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കുട്ടി ജോസാന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് IIT-കളും അതിൽ കാണും. അഡ്വാൻസ്ഡ് എഴുതിയ കുട്ടിയാണെങ്കിൽ IIT-കളും ഉണ്ടാവും, NIT-കളും ഉണ്ടാവും, ട്രിപ്പിൾ ITസും ഉണ്ടാവും, ബാക്കിയുള്ള CFTSും എല്ലാ സ്ഥാപനങ്ങളും അതിനകത്ത് വരും. അപ്പൊ നമ്മൾ ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ കോഴ്സ്, അതിന്റെ ബ്രാഞ്ച്, ഇതാണ് ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ IIT മദ്രാസിൽ ഒരു BTech സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സ് ആണ്. പിന്നെ IIT മദ്രാസിൽ വേറൊരു കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ IIT മദ്രാസ് അഗൈൻ സെലക്ട് ചെയ്യണം. അവിടുത്തെ കോഴ്സ് ഇപ്പോൾ BTechന് പകരം നമുക്ക് അവിടുത്തെ ബാച്ചിലർ സയൻസ് കോഴ്സാണ് വേണ്ടതെങ്കിൽ ബാച്ചിലർ സയൻസ് വീണ്ടും സെലക്ട് ചെയ്യണം. എന്നിട്ട് കെമിക്കൽസ് ഏതാണോ ബ്രാഞ്ച് വേണ്ടത്, കെമിക്കൽ സയൻസ്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സാണ് നമുക്ക് വരുന്നത് അലോട്ട്മെന്റ്. ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വരിക, അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് വരിക. ശരിക്കും ബാക്കിയുള്ള എല്ലാ കോഴ്സുകളുടെ ചോയ്സ് ഫില്ലിങ്ങിലും മോക്ക് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാ ചോയ്സ് ഫില്ലിങ്ങിലും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു ചാൻസ് ആണ് ഉണ്ടാവുക. മോക്ക് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാൻസ് ആണ് തരിക. അതേ സ്ഥാനത്ത് JEE-ക്ക് നമുക്ക് 2 മോക്ക് അലോട്ട്മെന്റ് തരും. ഈ 2 മോക്ക് അലോട്ട്മെന്റും ഫസ്റ്റത്തെ മോക്ക് അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ നമ്മൾ കൊടുത്ത ഓപ്ഷൻസുകളെ ഏത് തരത്തിൽ വേണമെങ്കിലും റീഅറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കൂടെ നമുക്കുണ്ടാവും. അപ്പൊ ഫസ്റ്റത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ മോക്ക് അലോട്ട്മെന്റ് വീണ്ടും നമുക്ക് ആ സീറ്റ് അവൈലബിലിറ്റിനെ കുറിച്ചിട്ടും റാങ്കിങ്ങിന്റെ മെത്തേഡിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അതിനെ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ചെയ്യും. അത് സിസ്റ്റം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾക്ക് ഒന്നും കൂടെ കയറി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഒന്നും കൂടെ കയറി ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. അഥവാ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ ഈ ലോക്കിംഗ് സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സാണ് നമുക്ക് വരുന്നത് എന്താണ്, അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഈ കൊടുത്ത ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും എന്തൊക്കെ കിട്ടി, എവിടെയാണ് കിട്ടുന്നത്, എന്താണ് കിട്ടാത്തതിന്റെ ആളുകളാണെങ്കിൽ അവർക്ക് അത് അങ്ങനെ തന്നെ കിട്ടിയിട്ടില്ല, നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കത് വരുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് അതാണ് അലോട്ട്മെന്റിൽ വരുന്നത്. അതിൽ നമുക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT-കളിൽ നമുക്ക് എപ്പോഴും ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. IIT-കളിൽ ഓൾ ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ IIT മദ്രാസിലും IIT ബോംബെ, IIT ഡൽഹി,
ഗുവാഹട്ടി എല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ എല്ലാ കുട്ടികളും അപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഓൾ ഇന്ത്യ ജനറൽ റാങ്കുമായി, ജനറൽ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക്, ആ റാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ അലോട്ട്മെന്റുകൾ നടത്തുന്നത്. എന്നാൽ NIT-കളിൽ അങ്ങനെ വരുമ്പോൾ ഒരു 2 കാറ്റഗറി അലോട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇതാണ് NIT-കളിൽ വരിക. ഒന്ന്, ആ NIT നിൽക്കുന്ന സ്റ്റേറ്റില് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ 50% കോട്ട വേറെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹോം സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോടുള്ള ഒരു കുട്ടി കോഴിക്കോട് NIT-യിൽ അപേക്ഷിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക്, കോഴിക്കോടല്ല കേരളത്തിലുള്ള ഒരു കുട്ടി കോഴിക്കോട് NIT-യിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടി കേരളത്തിലെ NIT കാലിക്കറ്റ് നിൽക്കുന്ന സ്റ്റേറ്റിലെ കുട്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കോട്ടയിൽ ഒരു പ്രയോറിറ്റി കുട്ടിക്ക് വരും. ഓൾ ഇന്ത്യയിലെ കുട്ടികൾ അതർ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്ന കോട്ടയിലാണ് വരിക. ഇതൊന്നും നമ്മൾ ചെയ്യണം. നമ്മളത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹോം സ്റ്റേറ്റ് കോട്ടന്റെ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ സിസ്റ്റം ചെയ്യുന്ന ഒരു പ്രോസസ്സുകളും കൂടെയാണ്. അതേസ്ഥാനത്ത് IIT പാലക്കാട് ഉണ്ട് നമുക്കിവിടെ. IIT പാലക്കാടിൽ നമ്മൾ കേരളത്തിലുള്ള ഒരു കുട്ടി കൊടുത്താലും ആന്ധ്രയിലുള്ള ഒരു കുട്ടി കൊടുത്താലും തമിഴ്നാട്ടിലുള്ള ഒരു കുട്ടി കൊടുത്താലും ഒരേ ഇമ്പോർട്ടൻസ് തന്നെയുള്ളൂ. കുട്ടിന്റെ റാങ്ക് മാത്രമാണ് പരിഗണിക്കുക. IIT പാലക്കാട് കേരളത്തിൽ ഉണ്ട് എന്നാൽ നമുക്ക് ഈ ആൾക്ക് IIT പാലക്കാട് കൊടുത്തേക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് ഈ തരത്തിലാണ് ഉണ്ടാവുന്നത്. ഇതാണ് അലോട്ട്മെന്റിന്റെ ഒരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ഒന്ന്. പിന്നെ അലോട്ട്മെന്റ് എത്ര അലോട്ട്മെന്റ് ഉണ്ടാവും? ഒന്നാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയാൽ ഇനി എനിക്കില്ല, രണ്ടാമത്തെ അലോട്ട്മെന്റേ ഉള്ളൂ, അങ്ങനെയല്ല. നമുക്ക് കൃത്യമായിട്ട് 6 അലോട്ട്മെന്റുകൾ, ഒരേ പ്രോസസ്സിൽ 6 അലോട്ട്മെന്റുകൾ. ഈ 6 അലോട്ട്മെന്റുകളിലേക്കും വേണ്ടി നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഓപ്ഷൻസിനെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വളരെ നല്ല രീതികളിൽ ശ്രദ്ധിച്ച് എത്ര മാക്സിമം ലെവലുകൾ നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ, ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് വേണമോ അതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻ ആൻഡ് ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഈ ഇതിനെയാണ് നമ്മൾ 6 അലോട്ട്മെന്റിലേക്കും ഒരുപോലെ പരിഗണിക്കുന്നത്. അതിൽ 6 അലോട്ട്മെന്റിൽ 5ാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ IIT-കളുടെ സീറ്റ് ഫില്ലായി. NIT-കളിലേക്കാണ് പിന്നെ 6ാമത്തെ ഒരു അലോട്ട്മെന്റും കൂടെ വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഇപ്പം ഓരോ അലോട്ട്മെന്റ് വരുന്ന സമയത്തും നമുക്ക് പിന്നീട് രണ്ടാമത് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കൊടുത്ത ചോയ്സ് തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലാസ്റ്റ് അലോട്ട്മെന്റ് വരെയുള്ള ഇതിൽ നമുക്ക് ഉള്ളത് എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയൊക്കെ കൊടുക്കണോ അത് മാക്സിമം നമ്മൾ കൊടുത്തിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ഉള്ളത്. ഓൺലൈൻ റിപ്പോർട്ടിംഗ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ കുട്ടി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യാന്ന് പറയും. ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫീസ് അടയ്ക്കണം, അലോട്ട്മെന്റിന്റെ ഒരു ഫീസും നമ്മൾ അടയ്ക്കണം. ഓൺലൈനായിട്ട് നമ്മളുടെ ഡോക്യുമെന്റുകൾ അതിൽ പറയുന്ന റിസർവേഷൻ ബേസ്ഡുള്ള ഡോക്യുമെന്റ്, റിസർവേഷൻ ബേസ്ഡ് ഡോക്യുമെന്റും മാർക്ക് ഷീറ്റുകൾ, നമ്മളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മാർക്ക് ഷീറ്റുകൾ അതാത് സമയത്ത് നമ്മളുടെ ഇതിൽ തന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡഡ് എന്ന് പറഞ്ഞ പ്രൊഫോമ വരും. ആ പ്രൊഫോമയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ സമയത്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതും നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത് നമ്മൾ ഈ ഓൺലൈൻ അപ്ലോഡ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവണോ വേണ്ടേ എന്നുള്ളത് പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ തീരുമാനിക്കണം. പോയി ചെയ്യണോ, ജനറൽ ഫിസിക്കലായിട്ട് നമ്മൾ പോകണം, അതല്ലാതെ നമ്മൾ ഈ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതെന്ന്. അതിൽ നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, ഫീ പേയ്മെന്റും കൂടെ വേണമെന്നുണ്ട്. അപ്പൊ ഫീ പേയ്മെന്റ് നമ്മൾ പറഞ്ഞത് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. എന്ന് പറയുമ്പോൾ SC ST കാറ്റഗറിക്കാർ 17,500 രൂപ, ലാസ്റ്റ് ഇയർ പ്രകാരം 17,500 രൂപയാണ് അടയ്ക്കേണ്ടത്. അല്ലാതെ ജനറൽ OBC കാറ്റഗറിക്കാർ 35,000 രൂപയും നമ്മൾ ജോസൈഡ പ്രോസസ്സിംഗ് പ്ലസ് ജോസൈഡ പ്രോസസ്സിംഗ് ഫീ ആയിട്ടുള്ള ഒരു 5,000 രൂപ എക്സ്ട്രായും നമ്മൾ അടയ്ക്കണം. ഇതാണ് നമ്മൾ ഫീയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ 40,000 റുപ്പീസ് അതേപോലെ തന്നെ 17,500 പ്ലസ് 5,000 ഉള്ള ഒരു ഓപ്ഷൻ നമ്മൾ എന്തായാലും ആ സമയത്ത് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സീറ്റ് എടുക്കുന്നുണ്ട് അതെനിക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉറപ്പ് വരുന്നത്. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നീടാണ് അതിൽ വരുന്നത്. അപ്പൊ നമ്മൾ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ നിർബന്ധമായിട്ട് നിങ്ങൾ അടയ്ക്കണം. അത് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ആ സീറ്റ് പോയി, അലോട്ട്മെന്റ് പ്രോസസ്സിനും നമ്മൾ പോയി. പിന്നെ നമുക്ക് സ്പെഷ്യൽ റൗണ്ട് അലോട്ട്മെന്റുകൾ എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന ഈ സെൻട്രൽ സീറ്റ് അലൊക്കേഷൻ ബോർഡ് നടത്തുന്ന ഒരു സെപ്പറേറ്റ് അലോട്ട്മെന്റ് ഉണ്ട്. അതിൽ മാത്രമേ പിന്നെ പറ്റുള്ളൂ. നമുക്ക് റാങ്ക് ഉണ്ടെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫില്ലായി പോകും. അപ്പൊ ആ തരത്തിൽ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഫീസ് അടയ്ക്കാതെ സീറ്റ് മിസ്സായി പോയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾക്ക് പോലും. കഴിഞ്ഞ വർഷം NIT കാലിക്കറ്റ് കിട്ടിയ ഒരു കുട്ടിയുടെ അച്ഛൻ എന്താ പറയാ
സ്ഥലത്തിന്റെ പേര് താമരശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു. അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. സീറ്റ് കിട്ടിക്കഴിഞ്ഞു, ഒന്നാമത്തെ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടി, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തൊക്കെ വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ നമുക്കൊന്നും മാറിയിട്ടില്ല, അതിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഫീസ് അടച്ചോ? ഇല്ല, ഫീസ് അടച്ചിട്ടില്ല, ഫീസ് അടയ്ക്കണം എന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആ സീറ്റ് കുട്ടിക്ക് മിസ്സായി. പിന്നെ സീസാബ് വഴി നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു കോഴ്സ് ആ കുട്ടിക്ക് കിട്ടിയത്. അപ്പം അതും 2ാം വർഷം എഴുതുന്ന ഒരു കുട്ടിയും കൂടെ ആയിരുന്നു. അപ്പൊ നമ്മൾ അറിയും എന്ന് പറഞ്ഞ് അത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്നത് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെയാണ്. ഇങ്ങനെ എപ്പോഴും ഇതുപോലുള്ള ഇത് നമ്മൾ വിചാരിക്കും ഈ വർഷം ക്ലാസ് എടുത്ത് ഇനി മതി, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇനി ആ സീറ്റ് ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് നമ്മളൊരു ഓപ്ഷൻ, 3 ഓപ്ഷനാണ് ഒരു കുട്ടിയുടെ മുന്നിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഒന്നാമത്തത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ കൊടുത്തത് എനിക്ക് IIT, നിങ്ങൾ കൊടുത്തത് IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, IIT മദ്രാസിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്പർ 1 ഓപ്ഷൻ അല്ലേ. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോഴ്സ്, ബ്രാഞ്ച്, അതാണ് ഒരു ഓപ്ഷൻ. അത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് IIT ചെയ്യാം, BTech കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അത് തന്നെ ബാക്കി 37 എണ്ണോ 40 എണ്ണോ അതിന്റെ താഴെ കൊടുത്താൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ വേറൊരു ഓപ്ഷന് മുന്നിലില്ല, പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. ആ കുട്ടി അവിടെ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ സീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് എടുക്കാതിരുന്ന് അലോട്ട്മെന്റിന് പോകും. അതല്ലാത്ത കുട്ടികൾക്ക്, ഈ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് 1, 2, 3 ഓപ്ഷൻസുകളാണ് ആ കുട്ടികളുടെ മുന്നിലുള്ളത്. ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ഫ്രീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ സീറ്റ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റാണ്, ഇത് മതി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവമാണ് ഫ്രീസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കിവിടെ എന്താ പറയാ IIT പാലക്കാട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയാൽ അത് മതി എന്നാണ്. എന്നാലും IIT മദ്രാസും IIT ഡൽഹിയും ഒക്കെ ബോംബെ ഒക്കെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളായതുകൊണ്ട് ഞാൻ മുകളിൽ കൊടുത്തിരുന്നു. ഒരു 7ാമത്തതായിട്ട് പാലക്കാട് കിട്ടി, കൊടുത്തിരുന്നത്. അപ്പൊ പാലക്കാട് കിട്ടി. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഇനി വേറെ ഒന്നും വേണ്ട, പാലക്കാട് മതിയെങ്കിൽ അതിലൊരു ഓപ്ഷൻ ഉണ്ടാവും, ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ഇനി പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് IIT പാലക്കാട് ഉറച്ചു നിൽക്കാം, അവിടെ പോയിട്ട് പഠിക്കാം. വേറെ അതിന്റെ മുകളിലുള്ള ഓപ്ഷൻസും പോയി, താഴെയുള്ള ഓപ്ഷൻസും പോയി. ദെൻ വേറൊരു ഓപ്ഷനാണ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സ്ലൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ ബ്രാഞ്ച്, ആ ഒരു സ്ഥാപനവും, ഇത് രണ്ടും നിങ്ങൾക്ക് തൽക്കാലം കുറച്ച് നല്ല സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇനി പിന്നെ നിങ്ങൾ പോകുന്നത് ആ ഒരു സ്ഥാപനത്തിൽ IIT മദ്രാസിലോ അല്ലെങ്കിൽ IIT പാലക്കാടോ വേറെ വല്ല കോഴ്സുകളും കിട്ടിയാൽ അവിടെ മാത്രമേ പോകുന്നുള്ളൂ, വേറെ എവിടെയും പോകുന്നില്ല. IIT പാലക്കാട് മെക്കാനിക്കൽ കിട്ടിയ കുട്ടിക്ക് IIT പാലക്കാട് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാൽ എനിക്ക് പോവാം, അതല്ലാതെ ഞാൻ വേറെ എവിടെയും പോകുന്നില്ല എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ആ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വേറെ കോഴ്സുകൾ മാത്രം മതി, വേറെ കോഴ്സ് ഒന്നും എനിക്ക് വേണ്ട, അതിനാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലൈഡാണ് ചെയ്യേണ്ടത്. ദെൻ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ചെയ്യണം. എനിക്കിപ്പോ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയതുണ്ട്, ഇനി അതിന്റെ മുകളിൽ 17ഓ 20ഓ ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ അന്ന് കൊടുത്തത് അതിന്റെ മുകളിൽ അതിലേതെങ്കിലും കിട്ടിയാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം അവിടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോഴ്സ്, എനിക്ക് അതിൽ ഏത് കിട്ടിയാലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, അതിനുവേണ്ടി ഞാൻ അങ്ങനെ കൊടുത്തതാണ് വളരെ സൂക്ഷിച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ്. അതാണ് 3 ഓപ്ഷൻസ്: ഫ്രീസ്, സ്ലൈഡ്, ഫ്ലോട്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫ്രീസ് എന്ന് പറഞ്ഞാൽ കിട്ടിയ ഓപ്ഷൻസിന് നമ്മൾ കൺഫേം ചെയ്യുന്നു. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതർ കോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രം മതി, വേറെ ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എനിക്കൊരു സീറ്റ് വേണം, ഞാൻ അതിന് തരത്തിൽ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, അതാണ് ഫ്ലോട്ട്. ദെൻ IIT ഇത് എങ്ങനെയാണ് ഇനി ഇത് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, IIT-യിലാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കിട്ടിയാൽ നമ്മൾ പോയിട്ട് ഫിസിക്കലി പോയി റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അടയ്ക്കാനുള്ള ഫീസുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം കൊടുത്തിട്ട് ഫിസിക്കലി പോയി റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കണം ഫസ്റ്റ് അലോട്ട്മെന്റ്. എന്നിട്ട് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് NIT-കളിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഫസ്റ്റ് ചെയ്ത ഓൺലൈൻ സബ്മിഷനും റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അലോട്ട്മെന്റ്, നമ്മൾ 6ാമത്തെ അലോട്ട്മെന്റിൽ മാത്രം നമ്മൾ അതുവരെ മാറിക്കൊണ്ടിരുന്നിട്ട് 6ാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾ എവിടെ നിൽക്കുന്നോ, ഫസ്റ്റ് കിട്ടിയോട് തന്നെയാണോ നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മൾ വേറെ എവിടേക്കെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നമ്മൾ ആ സമയത്ത് മാത്രം നമ്മൾ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, അതാണ് സീറ്റ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യാനുള്ളത്.
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ നിങ്ങൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും. നമ്മൾക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് വരാം. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി കുറച്ചും കൂടെ സ്പെഷ്യൽ ബ്രാഞ്ചസ്, ഞാൻ പറഞ്ഞല്ലോ ഏത് കോഴ്സുകളും നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ എല്ലാ കുട്ടികളും ചോദിച്ചു, ഇന്നലെ ഒരു കുട്ടി വന്നു എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഞാൻ ഏതോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിന്റെ പേര് പറഞ്ഞു, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ പറയുന്നില്ല, അപ്പൊ വളരെ ഇതുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഞാൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞത്, നിങ്ങൾ മോൻക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ JEE എഴുതി +1 ആണ്, അല്ല +2ലേക്കാണ് ഈ വർഷം, അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള സീറ്റ് ഇപ്പൊ തന്നെ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെയ്തു വെക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് എടുക്കുന്നില്ല. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളോട് IIT ചെയ്യാൻ, അല്ല JEE ചെയ്യാനൊക്കെ, പക്ഷെ അതൊന്നും ആ കുട്ടി അന്നേരം കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് എടുക്കണമെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു, ഫസ്റ്റ് IIT-കൾ ഓപ്റ്റ് ചെയ്യണം, അതിനുവേണ്ടി JEE എടുക്കും, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ആലോചിച്ച് ചെയ്യാം. JEE കിട്ടിയില്ലെങ്കിൽ അഥവാ NIT-യോ ഇനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആണെങ്കിൽ മാത്രം നമുക്ക് ലാസ്റ്റ് ഓപ്ഷനായിട്ട് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ചണ്ഡീഗറിലുള്ള സ്ഥലത്ത് വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ വേണ്ടത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല സ്ഥാപനം IIT ബോംബെ, IIT ഖരഗ്പൂർ, IIT മദ്രാസ്, IIT കാൺപൂർ, ദെൻ NIT ഡൽഹി, പിന്നെ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി IIST ഷിബിർപൂർ, ദെൻ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ചണ്ഡീഗഡ്. ഇതാണ് ഇവരുടെ ഈ കോഴ്സുകൾ കൊടുക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എത്രമാത്രം ഇതിനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾക്ക് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയാലും വേറെ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് കോഴ്സ് പഠിക്കുന്ന ഒരു ഓപ്ഷൻ അല്ല. അതിന്റെ കുറെ എന്താ പറയുക ലാബുകളൊക്കെ നമുക്ക് ചെയ്യാൻ തന്നെ കിട്ടണം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ കോഴ്സുകളും ഞാൻ പറയുന്നില്ല, സ്പെഷ്യൽ കോഴ്സ് നമുക്ക് IIT ബോംബെ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചെയ്ത് ആ ഏരിയകളിൽ ചെയ്യാൻ നമ്മൾ IIT ബോംബെ ആണ് നമ്മൾ ഒരു കുട്ടി എയിം ചെയ്യേണ്ടത്. അതേപോലെ മെറ്റീരിയൽസ് സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ച് സ്ഥാപനങ്ങളിൽ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു സ്ഥാപനങ്ങളിൽ എത്തിപ്പെട്ട് അതിന്റെ ഒരു മാക്സിമം എക്സ്പോഷർ ആ കുട്ടി എടുത്ത് ജോലിയിൽ കയറുക എന്നാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ വരാൻ അത്രയും ആളുകൾ വേണ്ട കോഴ്സുകൾ അല്ലാത്തത് കൊണ്ടാണ് ഈ കോഴ്സുകളൊക്കെ വളരെ കുറച്ച് സ്ഥാപനങ്ങൾ ഉള്ളത്. അപ്പൊ ആ കുറഞ്ഞ സ്ഥാപനങ്ങളിൽ ഇത്രയും നല്ല സ്ഥാപനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒരു എന്താ പറയാ റെക്കഗ്നിഷൻ ആ കാര്യങ്ങളല്ല, ബാക്കി സൗകര്യങ്ങൾ അവിടുത്തെ അത് ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും സൗകര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജി എഞ്ചിനീയറിംഗ് പഠിക്കാൻ IIT ഹൈദരാബാദ്, IIT ഭിലായ് ആൻഡ് NIT ഭോപ്പാൽ. ഇതാണ് നമുക്ക് ആ കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരാൾക്ക് പോകണം. ദെൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് NIT റായ്പൂർ, NIT റൂർക്കേല, സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ. അവിടെ നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ JEE എഴുതിയ ഒരു കുട്ടിക്ക് പോകാനുള്ളതാണ്. ദെൻ BArch ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചറിനാണെങ്കിൽ നമുക്ക് IIT ഖരഗ്പൂർ, IIT റൂർക്കി, IIT വാരാണസി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇതാണ് BArch. IIT-കളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ IIT-യിൽ BA പഠിക്കാൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? JEE മെയിൻസ് എഴുതിയാൽ IIT BArch പഠിക്കാൻ പറ്റുമോ? എന്തായിരുന്നു പറഞ്ഞ, ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. എനിവൺ 1 2 IIT BArch. ഹലോ, എവിടെ പറയൂ. 60-60-നടുത്ത് പേരുണ്ട്. ആരെങ്കിലും ഒരാൾ പറ. IIT BArch എന്തായിരുന്നു? മുംതാസ് മാഡം നല്ല രീതികളിൽ നോട്ട് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ, എന്താണ്? അൺമ്യൂട്ട് ചെയ്യൂ. പേപ്പർ 2 കൂടെ എഴുതണം മാം. പേപ്പർ 2 കൂടെ എഴുതണം BArch-ന്. അതെ, IIT-യിൽ കിട്ടാൻ പേപ്പർ 2 ആണോ? അല്ല, IIT-യിൽ കിട്ടാൻ വേണ്ടത് പേപ്പർ 2 നമ്മൾ NIT-കളിലാണ്. IIT-യിൽ കിട്ടാൻ അഡ്വാൻസിന് ശേഷം AAT, റൈറ്റ്? ഓക്കെ. NIT-യിൽ കിട്ടാനാണ് നമുക്ക് NIT ജയ്പൂർ, ഭോപ്പാൽ, കാലിക്കറ്റ്, ഹാമിർപൂർ, പാറ്റ്ന, റായ്പൂർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടാൻ നമ്മൾ പേപ്പർ 2 എഴുതണം. ദെൻ റൂർക്കേല, ട്രിച്ചി, നാഗ്പൂർ, ഇവിടെയാണ് ഇത്രയും NIT-കളിലാണ് നമുക്ക് BArch ഉള്ളത്. ഇപ്പൊ വളരെ കുറച്ച് സ്ഥാപനങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റാങ്ക് ഒക്കെ വളരെ ഉയർന്ന രീതികളിൽ വന്നാലേ ഒരു ആർക്കിടെക്ചർ കോഴ്സിന് IITs NITs-ലൊക്കെ കിട്ടുള്ളൂ. ദെൻ IIST ഷിബിർപൂർ, ബിറ്റ്സിന്റെ റാഞ്ചി ക്യാമ്പസിലും മിസോറാം യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഭോപ്പാൽ, ഡൽഹി, വിജയവാഡ ക്യാമ്പസുകളിൽ BArch ഉണ്ട്. അതേപോലെ തന്നെ ശ്രീ മാതാ വൈഷ്ണവ് ദേവി
യൂണിവേഴ്സിറ്റി ജമ്മു ആൻഡ് കാശ്മീർ. ഇനി നമ്മൾ IITs ഇതൊക്കെ എല്ലാവർക്കും അറിയാം, NITs നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, IIITs എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്, ഇൻഫർമേഷൻസ് റിലേറ്റഡ് കോഴ്സുകൾ മാത്രം പഠിപ്പിക്കുന്ന, അതിനുവേണ്ടി മാത്രമുള്ള സ്ഥാപനം. ഇനി നമുക്ക് ഇതല്ലാത്ത, ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാവർക്കും ഇനിയിപ്പോൾ ഇതിൽ കിട്ടിയില്ലെങ്കിലും വേറെ ചാൻസുകളൊന്നും ഇല്ലേ, വേറെ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോവുകയാണോ എന്നാണെങ്കിൽ അല്ല. സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ് CFTIs എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെയാണ് ഈ CFTIs എന്ന് പറഞ്ഞാൽ 40ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാലും നമ്മൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ആസാം യൂണിവേഴ്സിറ്റി സിൽച്ചാറിലുണ്ട്, ആസാം യൂണിവേഴ്സിറ്റി, ബിറ്റ്സിന്റെ മെസ്ര റാഞ്ചി ക്യാമ്പസ്, ദെൻ ഗുരുകുല കാംഗ്രി വിശ്വവിദ്യാലയ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, സ്കൂൾ ഓഫ് സ്റ്റഡീസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഗാസിദാസ് ബിലാസ്പൂരിലുള്ള ഗാസിദാസ് വിശ്വവിദ്യാലയ എന്ന് പറയുന്ന സ്ഥാപനം സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാം പറയാനുള്ള ഇത് നമുക്ക് കുറച്ചും കൂടി വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ 1-2 ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം അറിയാൻ പറ്റും. പക്ഷെ ഇത് ഒരു സൗത്ത് ഇന്ത്യൻ സീനാറിയോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ജോസയുടെ വെബ്സൈറ്റിൽ അറിയാം. ഈ 40 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പേരുകളുണ്ട്. അത് സൗത്ത് ഇന്ത്യൻ ഒരു സീനാറിയോയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന്, ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് നിങ്ങൾക്ക് ബിടെക് കോഴ്സുകൾക്ക് വേണ്ടി ഇതെടുക്കാം. സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിലാണ് അത് വരുന്നത്. അതേപോലെ തന്നെ പുതുച്ചേരി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, വേറെ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പുതുച്ചേരി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ജെയുടെ സ്കോർ പ്രകാരം, റാങ്ക് പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അവിടെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാനിലെ ബിടെക് ഇതുവഴിയാണ് വരുന്നത്. അതുപോലെ പിന്നെ ബാക്കിയെല്ലാം നോർത്തിലാണ്. നോർത്തിൽ കുറച്ചുകൂടെ നല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, JNU കേൾക്കുന്നത്, നമ്മൾ അവിടെയും ബിടെക് കോഴ്സ് പഠിക്കാണ്ട് വെറും BSc BA കോഴ്സുകളല്ല, അവിടെ ബിടെക് കോഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് JEയുടെ റാങ്ക് വേണം. ആ JEയുടെ റാങ്ക് വന്ന് ജോസ വഴി, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഹൈദരാബാദിലും പുതുച്ചേരിയിലും JNUയിലും ഒക്കെ കുട്ടികൾ അവർ വേറെ വിളിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, ജോസയുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. തഞ്ചാവൂർ നിഫ്റ്റ, അതേപോലെ തന്നെ ഫുഡ് ടെക്നോളജി കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ തഞ്ചാവൂരും വേറെ കുണ്ടായി, ഈ 2 സ്ഥാപനങ്ങളും ബിടെക് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ദെൻ ഒരുപാട് എന്താ പറയാ, ഒരു 128 + 40 168ഓളം കോഴ്സുകളുണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം കൂടെ ആയിട്ട്. IITകൾ, IIITകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജോസ വഴി മാത്രം നമുക്ക് ഇത്ര കോഴ്സുകളുണ്ട്. പിന്നെ വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ വെറൈറ്റി ഓഫ് കോഴ്സസ് ഉള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ നല്ല രീതികളൊന്ന് പ്ലാൻ ചെയ്ത് പോവണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സെഷൻ, നിങ്ങൾക്ക് ഒരു ബ്രീഫ് ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കൗൺസിലറെ അപ്രോച്ച് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടുകൾ വീണ്ടും ക്ലിയർ ചെയ്യാണ്ട് എടുത്തിട്ട് മാക്സിമം എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതല്ലാത്തോടത്തോളം കാലം മാത്രമാണ് നമ്മൾ ഈ കേൾക്കുന്നത് ഓപ്ഷൻസ് ഇല്ല, എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഇല്ല, ജോലി ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് നല്ല സ്ഥാപനങ്ങൾ അതിന്റെ ഏറ്റവും നല്ല സ്കില്ലോട് കൂടി ആ ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടി പഠിക്കുമ്പം ജോലി സാധ്യതകൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെ ഞാൻ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പറയും. പക്ഷെ ഈ ക്രൈറ്റീരിയ നിങ്ങൾ വേണം. എവിടെയെങ്കിലും പോയി എഞ്ചിനീയറിംഗ്, അതും എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള സ്കില്ലോ ടാലന്റോ ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഫിസിക്സും മാത്സും ആണെങ്കിൽ എനിക്ക് അത്രയും ഒരു ഇൻപുട്ട് ഇടാൻ പറ്റാത്ത സബ്ജക്ട്സുകൾ. പക്ഷെ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ജോലി ഉണ്ടെന്ന് ആരോ പറഞ്ഞു പോയി. അങ്ങനെയുള്ളതാണ് അവരാണ് നമുക്കിവിടെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ല എന്നുള്ള ഒരു ജനറൽ കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതി വന്ന ഓരോരുത്തർക്കും വളരെ ശ്രദ്ധിച്ച് ഓപ്ഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള
എല്ലാ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ബിടെക് കോഴ്സുകളാണ് മെയിൻലി നമുക്കുള്ളത്, 4 വർഷത്തെ ബിടെക് കോഴ്സുകൾ. ദെൻ ബാച്ചിലർ സയൻസ് എന്ന് പറഞ്ഞാൽ അപ്പം സയൻസ് എടുത്ത് പഠിച്ചിട്ട് റിസർച്ചിലേക്ക് കുറച്ചുകൂടി ടെക്നോളജിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് സയൻസുകൾ, പ്യുവർ സയൻസിന് അപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയൽ ബേസ്ഡിനെ ഒരു കെമിസ്ട്രിയെയോ ഒരു ഫിസിക്സിനെയോ ഒരു മാത്തമാറ്റിക്സിനെയോ എങ്ങനെ മാറ്റാം, ആ സൗകര്യങ്ങളും കൂടെ ഈ ഇതേപോലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിനുവേണ്ടി ബാച്ചിലർ സയൻസ് കോഴ്സുകളുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ ആർക്കിടെക്ചർ കോഴ്സുകൾ ഈ സ്ഥാപനങ്ങളിലും ജോസ വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സാണ്. ദെൻ ബിടെക് എംടെക് ഒരുമിച്ചിട്ട് 5 വർഷം കൊണ്ട് നമുക്ക് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ ഉണ്ട്. ദെൻ ഡ്യുവൽ ഡിഗ്രി BS-MS, വെറും BS അല്ല, BS-MS പ്രോഗ്രാമുകൾ PG കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ. അതേ ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് എംടെക് കോഴ്സുകൾ വരുന്നുണ്ട്. ദെൻ ബിടെക് എംടെക്കിന് പകരം ഡ്യുവൽ ഡിഗ്രി ബിടെക് MBA എന്ന് പറയുന്ന കോഴ്സും ഡ്യുവൽ ഡിഗ്രി BS-MBA എന്ന് പറയുന്ന കോഴ്സും, ഇത്രയും കോഴ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ശേഷം ബിടെക്കിന് ശേഷം ഒരു MBA എടുക്കണമെന്നാണ് പ്ലാൻ. ആ ഒരു ഓപ്ഷൻ ഇപ്പൊ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല IIT-കളിലോ NIT-കളിലോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനവും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്യുവൽ ഡിഗ്രി ബിടെക് MBA എടുക്കാം, അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി BS-MBA എടുക്കാം. അപ്പൊ ഈ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതൊന്ന് ജനറൽ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞല്ലോ IIT-കളിൽ മാത്രമായിട്ട് നമുക്ക് 128 കോഴ്സുകൾ ഉണ്ട്. അപ്പൊ ആ കോഴ്സുകൾ ഓരോന്നും സ്പെഷ്യൽ കോഴ്സുകൾ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഇത് മാത്രമാണ് ഇന്ന് കുട്ടികൾ അന്വേഷിച്ച് വരുന്ന കോഴ്സുകളോ കുട്ടികൾ അന്വേഷിക്കുന്ന കോഴ്സുകളോ അത് മാത്രമാണ്. ഇവിടെ ആ കോഴ്സുകൾ ഇത്രയും കോഴ്സുകളും ഉണ്ടാവുമ്പോൾ ഈ കോഴ്സുകൾക്കൊക്കെയും അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെതായ പ്ലേസ്മെന്റുകളും എല്ലാം ഉണ്ട്. അപ്പം എല്ലാത്തിലേക്കും നിങ്ങൾ AI-യെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഷീൻ ലേണിങ്ങിനെയോ ക്ലബ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരും ആ ഒരു കോഴ്സിലേക്ക് മാത്രം പോയി അതിന് മാത്രം സാധ്യതകൾ ഉണ്ട് എന്നുള്ളതല്ല. AI അറിയാത്ത ആളുകൾ AI ഉള്ള ജോലിയിൽ അല്ലെങ്കിൽ ഉള്ള കോഴ്സിൽ AI ക്ലബ് ചെയ്യുന്ന ആളുകൾ എന്നും നിലനിൽക്കുകയും AI അറിയാതെ ഒരു ഏരിയ മാത്രം ചെയ്യുന്ന ആളുകളുടെ ജോലികളാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ജനറലി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ AI-ക്ക് മാത്രമുള്ളൂ അതുകൊണ്ട് AI എന്നുള്ള ഒരേ ഒരു പേര് അത് കൺവിൻസ് ചെയ്തെടുക്കാനും കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും അത്രയും നമ്മൾ കൗൺസിലേഴ്സ് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ആ ഒരു പേര് മാത്രമേ കുട്ടിക്ക് അറിയുന്നുള്ളൂ. അത്ര തരത്തിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നതാണ്. അതൊരു കോഴ്സ് പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് AI-യുടെ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയിലും AI-യുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സസ്. ബിടെക് ഇൻ ജനറൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എല്ലാ ഏരിയകളിലേക്കും പോകാൻ പറ്റുന്ന തരത്തിൽ ഉള്ളതാണ്. അതിൽ മെക്കാനിക്കൽ കോറിന്റെ എല്ലാ ഏരിയയിലേക്കും പോകാം. കോർ ബ്രാഞ്ചിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആ ഏരിയകളിലേക്കൊക്കെ ഈ ജനറൽ എഞ്ചിനീയറിംഗുകാരെ എടുക്കും. ദെൻ ബിടെക് ഇൻ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, നല്ല രീതികൾ മാത്സ് ടെക്നിക്കൽ സൈഡുകൾ വലിയൊരു തരത്തിൽ താല്പര്യമില്ല, മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോഴ്സാണ് ബിടെക് മാത്തമാറ്റിക്സ് ഇൻ കമ്പ്യൂട്ടിംഗ്. പിന്നെ ബിടെക് ഇൻ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI, അത് നമ്മൾ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിന്റെയും മൈക്രോ ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് ഡിസൈനിങ്ങുകളും മാനുഫാക്ചറിങ്ങുകളും ഒക്കെ പഠിക്കണമെങ്കിൽ എടുക്കേണ്ട കോഴ്സാണ് ഈ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI എന്ന് പറഞ്ഞ കോഴ്സ്. ബയോ എഞ്ചിനീയറിംഗ്, ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്, ബയോളജിക്കൽ സയൻസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ്, ഇത് മൂന്നും ബയോളജി ബേസ്ഡ് എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ വെറും ബയോളജി മാത്രമല്ല ഇവിടെ പഠിക്കാനുണ്ടാവുക. അങ്ങനെ ഒരു ധാരണ വെച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ അല്ല, അതല്ലാത്ത തരത്തിൽ നമുക്ക് കെമിസ്ട്രീനെയും മാത്സിന്റെയും അല്ലെങ്കിൽ ഫിസിക്സിന്റെയും മാത്സിന്റെയും അപ്ലിക്കേഷൻസും കൂടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ 160ഓളം കോഴ്സുകൾ നമ്മൾക്ക് ഉണ്ട് പഠിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ JOSAA എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക, എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. JOSAA എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ആ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറി കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പേരടിക്കും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇതിലും അവിടെ വരുന്ന കോഴ്സുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു. കാരണം ഇങ്ങനെ ഒരു ഹോംവർക്ക് നമ്മൾ ഇത് ചെയ്ത് പോകാൻ പോകുന്ന ആളുകളല്ലേ. അപ്പൊ ഈ ഹോംവർക്ക് ചെയ്ത് കോഴ്സുകളുടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴേക്കും ഇതേപോലുള്ള ഒരു നല്ലൊരു ഹോംവർക്ക് വെച്ച് നല്ലൊരു പ്ലാൻ, നല്ലൊരു ചോയ്സ് ഫില്ലിങ്ങിന്റെ ഒരു ലിസ്റ്റ് നിങ്ങളെ കയ്യിൽ ഉണ്ടാവാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൗൺസിലറുടെ കൂടെ ഇരിക്കാം. അത് കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന കൗൺസിലറോടൊപ്പം ഇരിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അത്ര പെട്ടെന്ന് അറിയണമെന്നില്ല. നല്ല ആളുകളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ കൗൺസിലിംഗ് ഇരുന്നിട്ട് അവരുമായിട്ടും അവരുടെയും കൂടെ സജഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റും.
അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ ജെഇന്റെ റിസൾട്ട് ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യട്ടെ. നമുക്കിനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാഡം, സ്റ്റേറ്റ് കോട്ടയുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടായിരുന്നു. ഓ സ്റ്റേറ്റ് കോട്ടയുമായി ബന്ധപ്പെട്ട് മാഡം പറഞ്ഞല്ലോ NITസില്. ഒരു മിനിറ്റ് ചോദിച്ചോളൂ. ഞാനൊന്ന് വേറെ ഇതിൽ കളക്ട് ചെയ്ത് എനിക്ക് അതിൽ കണക്ട് ചെയ്ത് എനിക്ക് അതിലൊരു ഇതുപോലെ സാർ ചോദിക്കൂ. ഞാൻ കേൾക്കുന്നുണ്ടോ? അവിടെ എന്റെ സൗണ്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. കേരളത്തിലുള്ള ഒരു കുട്ടി ആ മറ്റൊരു സ്റ്റേറ്റിൽ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഏത് ഹോം സ്റ്റേറ്റ് ആണ് വരിക? കേരള ആണോ വരിക, അല്ലെ ആ സ്റ്റേറ്റ് ആണോ? കേരളത്തിലെ ഒരു കുട്ടി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ +2 കഴിയുന്നു. സാർ ചോദിക്കും. കേരളത്തിലുള്ള കുട്ടി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ +2 കഴിയുന്നു. ആ. ആ കുട്ടിയുടെ NITന്റെ ഓപ്ഷൻസിൽ ഏത് ഹോം സ്റ്റേറ്റ് ഏതാണ് വരിക എന്നുള്ളതാണ്. കേരളമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം +2 അല്ലേ കഴിഞ്ഞുള്ളൂ, വേറെ എവിടെ? ആ കുട്ടീന്റെ ഹോം സ്റ്റേറ്റ് ഇവിടെ തന്നെയല്ലേ കാണിക്കാൻ പറ്റുക? അതാണ് എന്റെ സംശയം. സർട്ടിഫിക്കറ്റുകളൊക്കെ ഇല്ലേ ഇവിടുത്തെ? 10ാം ക്ലാസ് വരെ കേരളമാണ്. അപ്പം ഈ +2 മാത്രം മറ്റൊരു സ്റ്റേറ്റ് ആണ്. ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടും. നേറ്റിവിറ്റി ഹോം സ്റ്റേറ്റ് വരിക. ഇല്ലേ നേറ്റിവിറ്റി ഒക്കെ ഇവിടെ ഇല്ലേ? ആധാർ കാർഡ് എല്ലാം ഇവിടുത്തെ അഡ്രസ് അല്ലേ? അതെ. കിട്ടും. ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടും. ഹോം സ്റ്റേറ്റ് കേരളമാണ് വരിക അല്ലെ? കിട്ടും. NIT കാലിക്കറ്റിൽ പ്രിഫറൻസ് ഉണ്ടാവും. റംല മാഡം ഒന്ന് അതെ, അവര് +2 എവിടാണോ പഠിക്കുന്നത് അവിടെ കിട്ടുക. ഇപ്പൊ ഹൈദരാബാദ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹൈദരാബാദ് ആണ് ഹോം സ്റ്റേറ്റ് കോട്ട വരിക. +1 +2 കോഴ്സ് എവിടെയാണോ ചെയ്യുന്നത് അത് ആ സ്റ്റേറ്റ് ആണ് അവരെ ഹോം സ്റ്റേറ്റ് ആയിട്ട് വരിക. അതേ സമയത്ത് വിദേശത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ പാസ്പോർട്ടിൽ ഏതാണോ പെർമനന്റ് അഡ്രസ്, ആ അഡ്രസ് ഉള്ള സ്ഥലം ഹോം സ്റ്റേറ്റ് കോട്ട ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മുടെ അല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ അവർക്ക് അവിടെ പഠിക്കുന്ന സ്റ്റേറ്റിലേക്ക് കിട്ടുക. അപ്പൊ ഹൈദരാബാദ് പഠിക്കുന്ന കുട്ടിക്ക് ഹൈദരാബാദ് ഹോം സ്റ്റേറ്റ് ആയിട്ട് കിട്ടും. ലീഡ്സ് പഠിച്ച കുട്ടിക്ക് കിട്ടിയല്ലോ ഇവിടെ. കിട്ടാൻ സാധ്യത. അവർക്ക് ഹോം സ്റ്റേറ്റ് കോട്ട അവിടെ ആണല്ലോ കിട്ടുക. കേരളത്തിൽ കിട്ടിയതോ? ആണോ? ശരിക്കും അങ്ങനെയാണ് പ്രോസ്പെക്ടസ് പ്രകാരമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതായത് +2 എവിടെയാണോ പഠിക്കുന്നത് അവിടെ ഉള്ള ആ സ്റ്റേറ്റ് ആണ് അവരുടെ ഹോം സ്റ്റേറ്റ് കോട്ട. നമുക്ക് നോക്കാം കേട്ടോ. ഒന്നും കൂടെ വേണമെങ്കിൽ കൺഫേം ചെയ്തു തരാം. ഏതായാലും ഓക്കെ. താങ്ക് യു സർ. അത് തന്നെയായിരുന്നു എന്റെ സംശയം. സാറിന്റെ കുട്ടി ലീഡ്സിലാണോ? അതെ. ലീഡ്സ് ഈ വർഷം എഴുതിയോ അല്ലെ അടുത്ത വർഷം എഴുതാൻ പോവാണോ? അല്ല, ഈ വർഷം എഴുതി. അവൻ JEE മെയിൻസ് എഴുതി. ആണല്ലേ? ഹൈദരാബാദിലാണ് പഠിച്ചത്. അപ്പൊ അവനിപ്പോ കേരളത്തിലാണോ ഹോം സ്റ്റേറ്റ് വരിക എന്നുള്ളതാണ് സംശയം. അൻവർ സാർ അങ്ങനെ പ്രോസ്പെക്ട്സിൽ അങ്ങനെ പറഞ്ഞു. ലീഡ്സിലൊരു കുട്ടി ഹോം സ്റ്റേറ്റ് പ്രകാരം കിട്ടിയെന്നും എനിക്ക് ഇൻഫർമേഷൻ തന്നു. അപ്പൊ നമുക്ക് അത് നോക്കാം. ഏതായാലും പ്രോസ്പെക്ടസ് അങ്ങനെയാണെങ്കിൽ നോക്കാം. അങ്ങനെ ആദ്യം എനിക്ക് സംശയം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റു ഡിസ്കഷനിൽ എങ്ങനെ തോന്നിയോണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചത്. ആണല്ലേ? അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കാം. താങ്ക് യു മാഡം. മാഡം, ആർക്കിടെക്ചറുകാരും ഈ ജോസ വഴി തന്നെയല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? അതെ, NIT-കളിലേക്ക്. ഓക്കെ. ഒരു കാര്യം, ഈ ദാസ കോട്ട എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഗൾഫിലുള്ളവർക്ക്, NRIസിന്. അത് എന്നത്തേക്കാണ് ഓപ്പൺ ആവുന്നത്? അത് ജോസ ചെയ്തിട്ട് പിന്നെ ദാസ ചെയ്യുവാണോ ചെയ്യേണ്ടത്? അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാവോ? ദാസ സെപ്പറേറ്റ് തന്നെ അപ്ലിക്കേഷൻ ആണ്, ജോസ വഴിയല്ല. നമ്മള് ജോസയിൽ അപ്ലൈ ചെയ്യേണ്ടതല്ലേ ഉണ്ടല്ലോ? ജോസയിൽ അപ്ലൈ ചെയ്തവർക്ക് സാർ മാഡത്തിന് ജനറൽ കോട്ട ഉണ്ടല്ലോ ജോസയിൽ വരുന്നത്. അതിനു വേണ്ടി ജോസ ചെയ്യാം. ദാസ വേറെയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? കേൾക്കുന്നുണ്ടോ? മാം ഹലോ. കേൾക്കുന്നുണ്ട്. ഒരു ഡൗട്ട്സ് ഇപ്പം ഒരാൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ IIT പാലക്കാട് CSC കിട്ടി. അത് കഴിഞ്ഞ് അതിന്റെ സുപ്പീരിയർ ഓപ്ഷൻ കൊടുത്തിട്ട് ട്രിച്ചി CSC കൊടുത്തിരുന്നു. അപ്പൊ രണ്ട് സ്ഥലത്ത് ഫിസിക്കലി അപ്പിയർ ഉണ്ടായിരുന്നോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ട്? IIT ആണോ NIT ആണോ? ഫസ്റ്റ് IIT പാലക്കാട് ഫോർ എക്സാമ്പിൾ കിട്ടിയേക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് NIT ട്രിച്ചി ആയിരുന്നു ഫോർ എക്സാമ്പിൾ. പക്ഷെ അത് കിട്ടിയില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ IIT പാലക്കാട് കിട്ടി CSC ഫോർ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്യണം. IIT റിപ്പോർട്ട് ഫിസിക്കൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത സ്ലോട്ടില് NIT കിട്ടി. അപ്പൊ അവിടെ പോയി രണ്ടു റിപ്പോർട്ട് ചെയ്യണ്ടോ ഫിസിക്കലി? NIT നമുക്ക് ഫിസിക്കൽ റിപ്പോർട്ട് ഡയറക്റ്റ് വേണ്ട. ഫസ്റ്റ് സ്റ്റേജിൽ IIT റിപ്പോർട്ട് ചെയ്തില്ല. ഫസ്റ്റ് സ്റ്റേജിൽ IIT കിട്ടിയാല് IIT അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്ത് ചെയ്യണം. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ NIT കിട്ടിയാൽ അവിടെ ഉണ്ടാകാതെ അവിടെ പോകേണ്ടി വരും. രണ്ടോട്ട് റിപ്പോർട്ട് ചെയ്യണ്ടല്ലേ? പിന്നെ നമുക്ക് അതിന്റെ മുമ്പുള്ളത് NIT ആണെങ്കിൽ അതിന് കൃത്യമായിട്ട് NITക്ക് ഓൺലൈനായിട്ട് എന്താ പറയാ ഫില്ല് ചെയ്യലും ഫീസ് അടയ്ക്കലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഇതിൽ പോയി കഴിഞ്ഞാൽ IITയുടെ ഇതിൽ നമ്മൾ പോയി. പിന്നെ നമ്മൾ ഇതിൽ വരുമ്പോൾ ഓൺലൈൻ ചെയ്താൽ മതി. പിന്നെ വീണ്ടും പിന്നെ അതിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ IIT ആണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ അൻവർ സാർ പോയോ? എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റി ഞാൻ ഇതൊന്ന് കൺഫേം ചെയ്യട്ടെ. മാഡം അതെ വീണ്ടും ചെയ്യേണ്ടി വരാറുണ്ട്. ഹലോ. യു മസ്റ്റ് റിപ്പോർട്ട് ഓൺലൈൻ again റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇഫ് യു ആർ അലോട്ടഡ് ആൻഡ് കൺഫേംഡ് എ സീറ്റ് ഇൻ IIT in a certain round and are allocated another seat in instead of NIT system for the first time. അപ്പൊ സാർ റിപ്പോർട്ട് ചെയ്യേണ്ട, ഫിസിക്കൽ റിപ്പോർട്ട് വേണ്ട, ഓൺലൈൻ അപ്ലോഡിങ് ചെയ്യണം NITയിലേക്ക് വേണ്ടി. സാറിന് ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ IIT കിട്ടി. IIT ഫസ്റ്റ് പാലക്കാട് കിട്ടി, പിന്നെ ഗോവ കിട്ടി, പിന്നെ ഫോറസ്റ്റ് മദ്രാസ്, ഓരോ റൗണ്ടിൽ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ഫിസിക്കൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. IIT പാലക്കാട് കിട്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ പോണ NITയിലേക്ക് ആയതുകൊണ്ട് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്താൽ മതി NITൻ്റെത്. അതുകൊണ്ട് നമ്മൾ NIT പ്രൈസ് ഓപ്ഷൻസിലേക്ക് അവർ ഓൺലൈൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ആണല്ലോ അവർ ചെക്ക് ചെയ്യുന്നത്. ഇവര് അങ്ങോട്ട് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ NITയിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത്ര ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി. പിന്നെ നമുക്ക് വീണ്ടും IITയിലേക്കാണ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്ത ഫിസിക്കൽ സാധനങ്ങളെ ട്രാൻസ്ഫർ നടന്നോളും. റംല മാം ഈ രണ്ടും രണ്ട് പ്രാവശ്യത്തെ പ്രോസസ് ആയതുകൊണ്ട് വരികയാണ്. റംല മാം ഈ പ്രാവശ്യത്തെ അതിന് ഡീറ്റെയിൽ വരികയും വേണമല്ലോ. ജോസന്റെ അലോട്ട്മെന്റിന്റെ ഒന്നും ഡീറ്റെയിൽ കഴിഞ്ഞ വർഷത്തെ വന്നിട്ടില്ലല്ലോ. കാര്യമാണ് പറഞ്ഞത്. അതെ, അപ്പൊ അവര് വരുമ്പോ നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. കാരണം ഇപ്പൊ എത്ര റൗണ്ടാ ഉള്ളതെന്നൊന്നും ഈ പ്രാവശ്യത്തെ ഒന്നും വ്യക്തമായിട്ട് വന്നിട്ടില്ലല്ലോ ജോസ. അതെ, അപ്പൊ അത് വരുന്നതിന് മുമ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാം 24 അഡ്മിഷൻ പ്രോസസ് പ്രകാരമാണല്ലോ പറയുന്നത്. അതെ അതെ, അവര് അതുകൊണ്ട് അപ്പൊ അവര് ആ സമയത്ത് അവർ ചേഞ്ചുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിലവില് കഴിഞ്ഞ വർഷത്തെ പ്രകാരമുള്ളത് if allotted IIT first report physically then NITക്കാണ് അടുത്ത അലോട്ട്മെന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ഓൺലൈൻ. അപ്പൊ രണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ IIT വന്നാലും നമ്മൾ അവിടെ ഫിസിക്കലി പോണ്ട, 5ാമത്തേൽ പോയാൽ മതി. NIT വന്നാലും നമ്മൾ പോണ്ട, 6ാമത്തേൽ പോയാൽ മതി. ഇപ്പോഴത്തെ കറക്റ്റ് ആയിട്ടുള്ള സാധനം അതാണ്. സാർ ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ. മാം യെസ്. മെറൈൻ എഞ്ചിനീയറിംഗിന് ഏത് കോളേജ് ഏറ്റവും നല്ലത്? മെറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ, അതിലെല്ലാം താല്പര്യം.
നേവൽ ആർക്കിടെക്ചർ, മറൈൻ എഞ്ചിനീയറിംഗിനൊക്കെ പോകണം. IIT-കളിൽ പോകണമെന്നാണ് താല്പര്യം. അതെ, ഏത് Actually, IIT ആയിരിക്കും കുറച്ചും കൂടി നല്ലത്? അല്ല എടുക്കട്ടെ. ഓക്കെ, വേറെ ആരുടാ അങ്ങനെ പെർട്ടിക്കുലർ ഒരു കോഴ്സ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതിനപ്പുറത്തെ ജനറൽ ചോദ്യങ്ങൾ? അല്ല മാം, എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള IITs-ന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിട്ടില്ലേ? അതെല്ലാം പോലെ അതെ. മെറൈൻ എഞ്ചിനീയറിംഗിന് ഏതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ചോദിച്ചതാ. അതെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൽ ഇതാക്കി വെച്ചു. എല്ലാ കോഴ്സുകളുടെയും ബുദ്ധിമുട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് നോക്കി വെച്ചിട്ടുണ്ട്. ആ റംല മാഡം 2 ഫോണില് ലോഗിൻ ചെയ്തിട്ടുണ്ടോ? സൂം എക്കോ വരുന്ന പോലെ. ആണോ സർ? നോക്കട്ടെ. ലാപ്പിലാണ്. സക്കീറിയ സാർ അല്ലേ? അതെ ഇപ്പൊ ഓക്കെ. ഇപ്പൊ എക്കോ ഇല്ല. അല്ലെ ഡബിൾ ഉണ്ടായിരുന്നു ഇതുവരെ. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എക്സ്ക്യൂസ് മീ മാം, ഗുഡ് മോർണിംഗ് മാം. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് IIIT-ൽ EC ജോയിൻ ചെയ്യുന്നതാണോ നല്ലത്, അതോ നമ്മൾ ജനറൽ ദാസ വഴി NITs-ൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ? അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു തരാൻ പറ്റുമോ? ഹലോ, എന്താ വേണം ഒന്നും കൂടെ? അതായത് IIITs-ൽ നമുക്കൊരു ECക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്, അതോ നമ്മൾ ദാസ സ്കീമിൽ ജനറൽ ദാസ CIWG കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോൾ അതിലിപ്പം CIWG നമ്മൾ എലിജിബിൾ ആയില്ലെങ്കിൽ ജനറൽ ദാസ വഴി നമുക്ക് NITs ഓപ്റ്റ് ചെയ്യണമെന്നോ, ഏതായിരിക്കും ബെസ്റ്റ് എന്നൊന്ന് മാമിന് പറഞ്ഞു തരാൻ പറ്റുമോ? അത് എന്ന് പറയുമ്പോൾ നമ്മള് NITs-കളിൽ 31 NITs-ഉം ടോപ്പ് അല്ല, അല്ല, IIITs Tier 1 Tier 2 ടോപ്പ് കാറ്റഗറീസ് അല്ല. വരുന്നുണ്ട്. അപ്പൊ നമ്മള് റാങ്കിങ് ഓർഡർ പ്രകാരം ഒരു 8 NIT-കളും 5 IIIT-കളും എടുക്കാം. ഓക്കെ. അതിൽ അങ്ങനെ വരുമ്പോ ആ 5 8 കഴിഞ്ഞിട്ടുള്ള ഒരു NIT-യേക്കാൾ നല്ലത് 5-ൽ വരുന്ന IIIT. ആ ഒരു സിസ്റ്റം ആണ് ഫോളോ ചെയ്യാൻ നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ IIITs-ൽ EC ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ മാം? ഇല്ല. പക്ഷേ ഇത് എവിടെയെങ്കിലും ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ ഇതിൽ കിട്ടുമെന്നുള്ളതൊന്ന് ശ്രമിക്കാം. ഓക്കെ ഓക്കെ അതിനാണ് ഈ ഒരു പ്രോസസ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച് മാം. മാം, ഒരു കാര്യം ചെയ്യാം. മറൈൻ എഞ്ചിനീയറിംഗ് ചോദിച്ച ആളില്ലേ? ആ ആള് പോയോ? ഇല്ല, ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. josaa.admission.nic.in വെബ്സൈറ്റ് നോട്ട് ചെയ്തോ? ആ അതിൽ കേറുക. അതിൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ഇതില് സീറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സീറ്റ് മെട്രിക്സാ? അതിൽ നീ മറൈൻ എഞ്ചിനീയറിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കയറാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റും. അവിടുത്തെ സീറ്റും കാണാം, എവിടെയൊക്കെയാണ് മറൈൻ എഞ്ചിനീയറിംഗ് കാണാൻ പറ്റും. അങ്ങനെ നോക്കാം. നോക്കിക്കോട്ടെ. അതിൽ മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെന്താ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ JEE-ന്റെ നല്ല കോച്ചിങ് സെന്റർ എവിടെയാണ് കേരളത്തില്? ഇപ്പം +2 ആണ് പഠിക്കുന്നത്, അതായത് ഇനി +2-ലേക്ക് പാസ്സാവുന്നത്. അപ്പം +2-ന്റെ കൂടെ തന്നെ ചെയ്യാൻ മറൈൻ വേണ്ടിയിട്ടാണ്. എഞ്ചിനീയറിംഗ് ആണോ പോണ്ടത്? മെറൈൻ എഞ്ചിനീയറിംഗ് താല്പര്യം.
ഓക്കെ, അപ്പൊ അത് കോച്ചിങ് സെന്റർ എടുത്ത് നോക്കാം, നമുക്ക് പറയാം. പ്രൈവറ്റ് സെന്ററുകളല്ലേ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും നമ്മള് ഒരു കോച്ചിങ് സെന്ററേയും പ്രൊമോട്ട് ചെയ്യാറില്ല. ആ ഉണ്ടല്ലോ. പിന്നെ മറൈൻ ആയതുകൊണ്ട് തന്നെ മോള് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ CET അല്ലേ? എക്സാമിനേഷൻ CET കൂടെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ആ try ആ ചെയ്യാം ഓക്കെ മാം, കേട്ടോ. മോൾക്ക് തന്നെയാണോ വേറെ ആർക്കാണെങ്കിലാണോ? അനിയത്തിക്കാം. ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് നാവൽ ആർക്കിടെക്ചർ എവിടെയുള്ള? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ. മറൈൻ അല്ല, ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് നാവൽ ആർക്കിടെക്ചർ. അതുപോലെ മറൈൻ, സെപ്പറേറ്റ് മറൈൻ എന്നുള്ളത് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാണുന്നത്. ഞാൻ തെരഞ്ഞിട്ട് കാണുന്നില്ല. ആ വെബ്സൈറ്റിൽ നോക്കി നോക്കാം. താങ്ക് യു മാം. മാം, ഹലോ. ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സാധ്യത എന്ന് കണ്ടിരുന്നു. അതിനെ കുറിച്ച് മാം ഒന്നും പറയുന്നത് കേട്ടില്ല. ഓൺലൈൻ കൗൺസിലിംഗിന്റെ സാധ്യത എന്ന് പറഞ്ഞിട്ട് എന്റെ മെസ്സേജിൽ കണ്ടിരുന്നു. അതിനെ കുറിച്ച് സമയമൊന്നും പറയുന്നത് കേട്ടില്ല. ഹലോ. ഓൺലൈൻ ആയിട്ട് കൗൺസിലിംഗ് കിട്ടുന്ന കാര്യമാണോ പറയുന്നത്? അതെ അതെ അതെ, അത് കണ്ടിരുന്നു റൈറ്റപ്പില്. പക്ഷെ മാം അതിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ല, അതാ ചോദിച്ചത്. നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് കുട്ടിക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കാനാണോ? ഇതാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇദ്ദേഹത്തിന് കരിയർ ഗൈഡൻസ് ഓൺലൈനിൽ കിട്ടാനുള്ള മാർഗമാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. ആണോ സാർ പറഞ്ഞോളൂ. ഇല്ല, ഏതായാലും ആള് book.org എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിലാണ് വന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. ഇതാണല്ലോ ഓൺലൈൻ കൗൺസിലിംഗ്. വിവരങ്ങൾ ചോദിച്ചറിയാന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? കരിയർ കൗൺസിലിംഗ് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? രണ്ടു തരം കൗൺസിലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സിജിയിൽ ഓൺലൈൻ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ അനേകം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സിജിയുടെ ഗ്രൂപ്പിൽ ചേരാം. ആ ഗ്രൂപ്പിൽ ചേരുന്നതിനെ കുറിച്ച് മാഡം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതിന്റെ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അപ്പോൾ അതേ പ്ലാറ്റ്ഫോമിലൂടെ. അപ്പൊ അതിനിങ്ങനെ പല ആളുകൾ റിപ്ലൈസ് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെ അല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാൻ കേട്ടോ. എക്സ്ക്യൂസ് മീ സർ, അതായത് നമുക്കിപ്പം പേഴ്സണലി ചാറ്റ് ചെയ്യണം, ഡൗട്ട്സ് ക്ലിയറൻസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ സിജിയിൽ? പേഴ്സൺ ടു പേഴ്സൺ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ക്ലിയർ ചെയ്യാനുള്ള? അതെന്നാണ് സിജിയുടെ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ തന്നെയാണ്. സിജിയുടെ കരിയർ സെയിം ഗ്രൂപ്പാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സെയിം ഗ്രൂപ്പ് തന്നെയാണോ സർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കാണാൻ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾ ഏതാ കിട്ടിയെന്ന് അറിയില്ല. ഞാനും കുറച്ചൊന്ന് രണ്ട് ഗ്രൂപ്പ്സിലുണ്ട് സിജിയുടെ കരിയർ. അതിൽ ചോദിക്കാം, ഏതായാലും ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ, താങ്ക് യു സർ. വാട്സ്ആപ്പ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. റംല മാം, എന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ, ഓക്കെ. ജെഇഇയുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റംല മാം നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. മാമിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മോട് സഹകരിച്ച അൻവർ സർ, സക്കരിയ സർ, അവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സിജിയുടെ പേരിൽ
നന്ദി അറിയിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായ ടോപ്പിക്സുമായി സിജി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സെയിം ലിങ്ക് തന്നെയായിരിക്കും എല്ലാ ആഴ്ചകളിലും. ഓക്കെ, താങ്ക് യു മാം. എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാം. ഫോട്ടോ എടുക്കാനാ? ഇതിപ്പോ തന്നെ ഞാൻ കൊണ്ടുതരാം.